പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈടെക് രീതിയിലുള്ള ഒരു വെറ്റില കൃഷിയിലാണ്. ഈ വെറ്റില കൃഷി നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയാണുള്ളത്. ഇത് ചെയ്യുന്നത് നമ്മുടെ സുഹൈൽ ബ്രോ ആണ്. നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിൽ നമ്മുടെ പാർട്ട്ണറായിരുന്നു. ഇപ്പോൾ സുഹൈൽ ബ്രോ നോക്കി നടത്തുന്ന വെറ്റില കൃഷിയാണിത്. സുഹൈൽ ബ്രോ ഫാർമസിസ്റ്റാണ്. അപ്പോൾ ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കൃഷിക്കാരനും കൂടി ആയിട്ടാണ് സുഹൈൽ ഈ ഒരു കൃഷികളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക പാരമ്പര്യമുള്ളൊരു കുടുംബമാണ്. ചെറുപ്പം മുതലേ നമ്മൾ കൃഷിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് അതെല്ലാം കൊണ്ട് നടന്നത് നമ്മുടെ സുഹൈലിൻ്റെ വല്യപ്പ ഹൈദർ ഹാജി എന്നറിയും. നമ്മുടെ നാട്ടിലെ ഒരു അറിയപ്പെടുന്നൊരു കർഷകനായിരുന്നു. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് ചെയ്തിരുന്ന ഐറ്റമാണ് ഈ വെറ്റില കൃഷി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് നശിച്ച് പോകുന്നൊരു ഘട്ടത്തിൽ വന്നപ്പോൾ സുഹൈൽ അത് ഏറ്റെടുത്തിട്ട് ആ ജോലിയുടെ കൂടെ തന്നെ അത് കിട്ടുന്ന സമയം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വെല്ലിപ്പാൻ്റെ സമയത്തൊക്കെ കൃഷി എങ്ങനെയാണെന്ന് വെച്ചാൽ കവുങ്ങിൻ്റെ അലക്, അതുപോലെ പനയുടെ അലക് അങ്ങനെയൊക്കെ വെച്ചിട്ടായിരുന്നു പാരമ്പര്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് സുഹൈൽ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനത്തെ 2-3 കൊടിയൊക്കെ ഇട്ട് അത് സക്സസ് ആയപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അദ്ദേഹം പഠിക്കുകയും പിന്നെ യൂട്യൂബിൽ നിന്നും അങ്ങനെ അതർ സോഴ്സിൽ നിന്നൊക്കെ ഉള്ള ഒരു റെഫറൻസ് എടുത്തിട്ട് ഒരു നല്ല ഹൈടെക് രീതിയിലുള്ള കൃഷിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ കൃഷിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു. അപ്പോൾ നമ്മളെ കൂടെ എന്നുള്ളത് നമ്മുടെ പാർട്ട്ണർ കൂടിയായ ഫഹദ് ബ്രോ ഉണ്ട്. സുഹൈൽ ബ്രോ അവിടെ ചെറിയ പണിയിലാണ്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ നിസാം ബ്രോ ആണ്. നിസാം ബ്രോ ഗൾഫിൽ നിന്ന് വന്നതാണ്. കൃഷിയോടൊക്കെ നല്ല താല്പര്യമുള്ള ആളാണ്. നമ്മളെ കൂടെ കട്ടക്ക് എല്ലാറ്റിനും ഉണ്ട്. ഗൾഫിലായിരുന്ന സമയത്തും തണ്ണിമത്തൻ കൃഷിയിലൊക്കെ നമ്മളോട് ഭയങ്കര സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. കൃഷി കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമ്മുടെ ഫഹദിനോട് നമുക്ക് ചോദിക്കാം. സുഹൈൽ കുറച്ച് ബിസിയാണ്. വെറ്റില കൃഷിയുടെ കാര്യങ്ങളൊക്കെ സുഹൈലിനോട് ചോദിക്കാം. അതിന് മുന്നേ നമുക്ക് ഫഹദിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. നമ്മൾ കൃഷിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഇത് പ്രായമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സുഹൈലിനെ പോലത്തെ ഉള്ള പ്രായത്തിലുള്ള ഒരാളും ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇറങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവനക്ക് അതിനോട് അത്രയൊരു അവനക്കതൊരു പാഷൻ ആയതുകൊണ്ടാണത് അവനിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിന് വേണ്ടി ചെയ്യുന്നത്. മറ്റേ ജോലിക്ക് പോകുന്ന സമയത്ത് അത് കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പോണതിന് മുമ്പായിട്ടൊക്കെ ഇതിനെപ്പറ്റി വന്ന് പരിചരിച്ച് പിന്നെ അവനക്ക് അത്രയും ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ കൃഷിയൊക്കെ നോക്കി നടത്തുന്ന നമ്മുടെ സുഹൈൽ ബ്രോ ഇവിടെ പണിയിലാണ്, തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സുഹൈലിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ കൃഷിയുടെ രീതി എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, അപ്പോൾ എങ്ങനെയാണ് ഇത് ലാഭകരമാണോ അതല്ല ജസ്റ്റ് ഒരു രസത്തിന് ചെയ്യണോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ സുഹൈല, എങ്ങനെയാണ് ഈ കൃഷീൻ്റെ രീതി കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിലേക്ക് വന്നത്, അതുപോലെ ഇതിൻ്റെ വിളവെടുപ്പ് ലാഭകരമാണോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വീഡിയോക്കുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ഷോർട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടെ. അപ്പോൾ ഇതെന്താ വെച്ചാൽ വെല്ലിപ്പ ഞാൻ ചെറുപ്പകാലത്ത് തന്നെ വെല്ലിപ്പ നമ്മളെ വീട്ടിൽ ഫാസ് പറഞ്ഞ മാതിരി അതായത് ഒരു കർഷക കുടുംബമായിരുന്നു. അപ്പോൾ വെല്ലിപ്പ ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വെല്ലിപ്പാൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫാർമസിയൊക്കെ ആയി അങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു വെല്ലിപ്പയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ മരണം. അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം നശിച്ചു പോകുമല്ലോ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ പിന്നെ നമുക്ക് ഓൾറെഡി അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു നോക്കിയായിരുന്നു. ഈ വെറ്റില കൃഷി 3 രീതിയിലുണ്ട്. നമ്മളിവിടെ നമ്മളെ ഒരു പരിചയത്തിലുള്ളൊരു 3 തരം കൃഷി രീതി. ഒന്ന് കവുങ്ങുമ്മൽ ഉള്ളത് ഞാൻ കാണിച്ചു തരാം, അത് നമ്മളിവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ വെല്ലിപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൂട്ടക്കൊടി എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര എക്സ്പെൻസാണ് അത്. പിന്നെ അത് ഒരു വർഷം 2 വർഷം മാക്സിമം അത് നമുക്ക് നിലനിൽക്കുള്ളൂ. പിന്നെ അത് പുതുക്കണം. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് ഈ ഹൈടെക്. ഇത് ഞാൻ ഹൈടെക് വെറ്റില കൃഷി രീതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്ന് നോക്കി പിന്നെ നമ്മളൊരു ഐഡിയയും വെച്ചിട്ട് എല്ലാം കൂടി അങ്ങോട്ട് സെറ്റാക്കിയിട്ട് തന്നെ. പക്ഷേ അത് നല്ല വിജയത്തിലായി. പിന്നെ ഇതിപ്പോൾ ഒരു വർഷം പ്രായമുള്ളൊരു കൊടിയാണിത്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഇതിനെ ഷോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് പറഞ്ഞുതരാം. ഇത് ഒരു വർഷമായിട്ടുള്ള പ്രായം ചെന്നിട്ടുള്ള ഒരു വെറ്റില കൊടിയാണ്. അപ്പോൾ ഇതിനെ ഷോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്പേസ് ഇല്ല. അപ്പോൾ പിന്നെ അതോടെ നശിച്ചു പോകും. അപ്പോൾ നശിച്ചു പോകുമല്ല, അത് തൂങ്ങിയിട്ടൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ കണ്ണി കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതിനെ ഷോർട്ട് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇപ്പോൾ നമ്മളെ കസിൻസ് എല്ലാവരും കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതി ഞാൻ ഓരോന്നായിട്ടും പറഞ്ഞുതരാം. അതായത് മുകളിൽ അവിടുന്ന് നമ്മളിപ്പോൾ ഈ ഒരു കയറുണ്ട്. ഈ കയറെല്ലാം ഇതിമൊന്ന് ആവശ്യമില്ലാത്ത കണ്ണികളൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 മീറ്റർ ലെവലിലാണ് ഇപ്പോൾ വീണ്ടും ഷോർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ആവശ്യമില്ലാത്ത ഈ കണ്ണികളൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ വെറും എന്താ പറയുക ഇതുമായി നോക്കാം. ഈ വള്ളി ഉണ്ടല്ലോ, ഇതേമാതിരി ഇപ്പോൾ കണ്ണികൾ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ വള്ളിയാണ്. അപ്പോൾ നമുക്ക് ആ 1.5 മീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ കയറുന്നുണ്ടല്ലോ ഇവിടെ വെച്ചാൽ ഈ വള്ളി ഇങ്ങനെ ചുരുട്ടി വെക്കും.
ചുരുട്ടി വെച്ചിട്ട് ആ 1.5 മീറ്ററിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് പൊക്കി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇത് മൊത്തം ഇതേമാതിരി ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച മിനിമം, അതായത് ഇപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിന് നീരൊക്കെ പോയിട്ട് അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിൽ മണ്ണിടുള്ളൂ. അപ്പോൾ അത് അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മാറ്റിയിട്ട് ഇതിൽ നിന്നൊരു വള്ളി ആ പോയതിലോട്ട് വെക്കാൻ പറ്റും. അതിനാണ് മണ്ണ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇടുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ടൈം ഷോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മളെ അയൽവാസി, നമ്മളെ കൂട്ടുകാരനായിട്ടുള്ള അസൈനാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മളെ ഈ ഫീൽഡിലോട്ട് ഒരുപാട് പ്രോത്സാഹനങ്ങളും കാര്യങ്ങളൊക്കെ തന്ന അസൈനാറൊക്കെ ഉണ്ട്. മൂപ്പരാളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അറിയുന്നതല്ലേ, കൂലി ചെലവും കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ഒരു ട്രാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അവരെ വിളിച്ചു. രണ്ടാമത്തെ ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നു. ഓരോ ഞായറാഴ്ച, അതായത് 6 റോ ആണ് വരുന്നത്. ഈ 6 റോയിൽ ഒരു ഞായറാഴ്ച 1 തീർക്കും, പിറ്റത്തെ ഞായറാഴ്ച 1 തീർക്കും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എന്താ വെച്ചാൽ ഇത് ക്ഷമയോട് കൂടി ചെയ്യേണ്ട പണിയാണ്. പെട്ടെന്ന് നമുക്ക് വന്നാൽ വലിയ എന്താ പറയുക ഇടങ്ങാറുള്ള പണിയല്ല. നല്ല ക്ഷമയോട് കൂടിയിട്ട് ഇങ്ങനെ, അതായത് ഇത് ചെയ്യുന്ന സമയത്ത് കത്തിയിട്ട് നമ്മൾ ഈ കണ്ണികളൊക്കെ വെട്ടുമ്പോൾ വെള്ളിമക്ക് തട്ടാത്ത രീതിയിൽ ചെയ്യണം. അപ്പോൾ സാവധാനം സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കൃഷി രീതിയാണ്. അപ്പോൾ ഞാനത് ഷോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു റോ ആണിത്. അതായത് ഫുള്ള് ഇപ്പോൾ അത് മുകളിൽ നിന്ന് ഇപ്പോൾ താഴോട്ട് ഇറക്കി അതേമാതിരി കഴിഞ്ഞ ആഴ്ച ചെയ്ത റോ ആണ്. ഇതിലൊന്നും അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു ഇല പോലും വാടിയിട്ടൊന്നുമില്ല. പിന്നെ ഈ വെറ്റില കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നഷ്ടമുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ അധ്വാനിക്കുന്നതിനുള്ള നമ്മളാ ഒരു കൂലി പൈസ എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ നമുക്ക് കിട്ടും, അതിൽ ഏറെയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു മോശം പരിപാടിയൊന്നുമല്ല, നല്ല എന്താ പറയുക വരുമാനമുള്ള ഒരു മേഖല തന്നെ ആണിത്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ സമയം. അപ്പോൾ ഈ വെറ്റില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഹൈടെക് രീതിയിൽ ഉണ്ടാക്കിയ വെറ്റില അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന വെറ്റിലയാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഒരു കെട്ടിന് 45 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ 2 അടുക്കായിട്ട്, അതായത് 50 വെറ്റില ഒരടുക്ക്, പിന്നെ ഒരു 50 വെറ്റില ഒരടുക്കാക്കിയിട്ട് അങ്ങനെ 100 വെറ്റിലയാണ് ഇവിടെ തിരൂർ മാർക്കറ്റിൽ. പിന്നെ പുറത്തുള്ള ഓരോ ഏരിയയിലൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് തോന്നുന്നു, 80 വെറ്റില ഒക്കെ. പക്ഷേ നമ്മൾ തിരൂർ വെറ്റിലയിൽ വരുന്നത് 100 വെറ്റിലയാണ്. അപ്പോൾ ആ 100 വെറ്റിലേൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇനി ഇതിപ്പോൾ ഒരു തുലാവർഷം വന്നു കഴിഞ്ഞാലാണ് എല്ലാ ആളുകളും ഇത് ഓൾറെഡി ഷോർട്ട് ചെയ്യൽ. ഇപ്പോൾ നമ്മൾ ഹൈടെക് രീതിയിലാവുമ്പോൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഇറക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ എന്താ പറയുക കോമൺ ആയിട്ട് തുലാവർഷം വരുമ്പോഴാണ് ഇവർ ഇറക്കി വെക്കുക. അപ്പോൾ ആ സമയത്ത് ഓൾറെഡി നമുക്ക് വെറ്റില ഷോർട്ട് വരും മാർക്കറ്റിൽ. അപ്പോൾ ആ സമയത്ത് 75-80 രൂപ വരെ റേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്തൊക്കെ ഇപ്പോൾ ഇതിൽ നിന്ന് മിനിമം നമുക്ക് ഒരു 2-3 ദിവസം വെച്ചിട്ടാണ് ഇത് നുള്ളൽ. അതായത് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയ ടൈമിലാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു ദിവസം നുള്ളും. അതല്ല എന്നുണ്ടെങ്കിൽ 2-3 ദിവസം വെച്ചിട്ട് അപ്പോൾ ഒരു 150 ആ റേഞ്ചിലൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കെട്ട്. അപ്പോൾ മാസം നമുക്ക് കുഴപ്പമില്ല. റേറ്റുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിച്ചു കഴിഞ്ഞാലും ഒരു 5 റുപ്യ 6 റുപ്യ 7 ആ റേഞ്ചിലൊക്കെ 8000 രൂപ വരെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒരു മാസം പ്രോഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമ്മളെ കൂലി പൈസയും കൂടി ഇതിൽ പെട്ടിട്ടാ, പക്ഷേ നമ്മളത് നോക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് യൂട്യൂബിൽ നോക്കിയിട്ടായിരുന്നു ഇത് ചെയ്തത്. പിന്നെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ്. ഇപ്പോൾ പക്കാ യൂട്യൂബ് നോക്കിയമാതിരി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടൊരു ഐഡിയ ഉണ്ടാക്കി, പിന്നെ എൻ്റെയും കൂടി ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ കാലാണ് വെച്ചിട്ടുള്ളത്, സ്ക്വയറിലുള്ള കാലുകളാണ് വെച്ചിട്ടുള്ളത്. ശരിക്കും റൗണ്ടിലാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് റേറ്റ് കുറവിൽ കിട്ടിയതുകൊണ്ട് ഞാൻ ഈ സ്ക്വയറിലുള്ള കാല വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ GI പൈപ്പിലാണ് ഇത് ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ GI പൈപ്പിലൊക്കെ നല്ല റേഞ്ച് വരും. അപ്പോൾ നമുക്കിത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കൊരു നമ്മളെ കൂട്ടുകാരുണ്ട് ജംഷി എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രി വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവനിങ്ങനെ കുറഞ്ഞ റേറ്റിൽ തന്നപ്പോൾ പിന്നെ നല്ല ക്വാളിറ്റി പെയിൻ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആദ്യം കാല് വെച്ച് പിന്നെ അങ്ങനെ ഭാരി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു 2 മീറ്ററിലൊന്ന്, പിന്നെ 20 അടിയാണ് ടോട്ടൽ ഹൈറ്റ് വരുന്നത്. പിന്നെ മുകളിൽ ഒന്ന് വെച്ചു. പിന്നെ സൈഡിലൊരു കവുങ്ങായിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏണി വെച്ചിട്ട് നുള്ളാൻ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ രീതികളൊക്കെ വരുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ കവുങ്ങിൻ്റെ വാറോല് എന്ന് പറയും, വാറോല് വെച്ചിട്ടായിരുന്നു ഈ വള്ളി കയറ്റി വിട്ടിരുന്നത്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈമൊക്കെ ഞാനത് എന്താ പറയുക നമ്മളെ കൊലക്കയറുണ്ടല്ലോ, ചൂടിക്കയർ വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. പക്ഷേ അത് ചൂടിക്കയർ 1 വർഷം ആകുമ്പോഴേക്കിനും അത് നശിച്ചു പോകാൻ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പരീക്ഷണമാണ്. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കയറിലാണ് ഇപ്പോൾ രണ്ടാമത് ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ എന്തായാലും കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം
നമ്മളിപ്പോൾ അറിയാണ്ടപ്പോൾ ഇങ്ങനെ വള്ളി തൂങ്ങിക്കെടുക്കുന്ന സമയത്ത് നമ്മളെ കമ്പിമ്മലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ കമ്പിമ്മ വരെ അത് അത്രയും സ്ട്രെങ്ത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ ഇതിലായിക്കൂടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാവുമ്പോൾ എന്തായാലും ഒരു 2 കൊല്ലം നമുക്ക് പിന്നെ ആണ്ട് നോക്കണ്ട. ഷോർട്ട് ചെയ്യുന്ന ഇപ്പോൾ 6 മാസം കൂടുമ്പോഴാണ് നമ്മൾ ഷോർട്ട് ചെയ്യൽ മുകളിലെത്തി കഴിഞ്ഞാൽ. അപ്പോൾ അത് ജസ്റ്റ് ടൈമൊന്ന് വള്ളി അടർത്തിയെടുത്തിട്ട് വീണ്ടും ഷോർട്ട് ചെയ്താൽ മതി. അപ്പോൾ കയറ് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ചൂടിക്കയറാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മഴയൊക്കെ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നന രീതിയും നമ്മൾ ഹൈടെക് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇതിങ്ങനെ ഓരോന്ന് പൈപ്പ് ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊണ്ടുപോയി നടക്കുമ്പോഴേക്കും കുറേ സമയം പിടിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ടതല്ലേ, പെട്ടെന്ന് മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ ആണ് നിർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മിസ്റ്റ്, അതായത് നമ്മളെ ഇറിഗേഷൻ സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം മിസ്റ്റ് വഴിയാണ് മുകളിൽ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക പ്ലംബിങ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഇവിടുന്ന് വന്നിട്ട് ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. നമ്മളെ മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് വരുമ്പോൾ നമ്മളെ മിസ്റ്റാണ്, അപ്പോൾ ചെറിയ ഹോൾ ഉണ്ടാവും. അപ്പോൾ അതിലിഞ്ഞ് കരടും കാര്യങ്ങളൊക്കെ വേണ്ട കച്ചറ ഒന്നും അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, എന്താ പറയുക ഫിൽറ്റർ. പിന്നെ അതിങ്ങനെ മുകളിലോട്ട് വരും. പിന്നെ ഓരോ റോക്ക് അനുസരിച്ചിട്ട് നമ്മളെ ഫ്ലെക്സിബിൾ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതിമെന്നാണ് മിസ്റ്റ് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ വർഷക്കാലം ആയതുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ മഴ എപ്പോഴും ഉണ്ടാകും. പക്ഷെ നേരെ മറിച്ച് വേനൽക്കാലത്ത് ദിവസം ഒരു നേരം എന്തായാലും നനയ്ക്കണം. എന്നിരുന്നാലും അത് വാടാണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുള്ളൂ. പിന്നെ ഇതിന് എക്സ്പെൻസ് ഫസ്റ്റായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഈ കമ്പിയും കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നെ നമ്മൾ കൂട്ടുകാരൻ തന്നെ ചെയ്തതുകൊണ്ട് ചെറിയ റേറ്റാണ് വന്നിട്ടുള്ളൂ. എന്നിരുന്നാലും ഒരു 30-35 രൂപ ആണ് ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ മിസ്റ്റിൻ്റെ ഇറിഗേഷൻ സിസ്റ്റം അതേമാതിരി ഫ്രെയിം കാര്യങ്ങൾ എല്ലാം പണിക്കൂലി ഒക്കെ അടക്കം ഒരു 35 ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത് എനിക്ക് എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് കൂടും. എന്ന് വെച്ചാൽ നമുക്ക് പമ്പൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഓൾറെഡി പമ്പ് ഉണ്ടായിരുന്നു. 1.5 HP പമ്പാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിൽ തന്നെ അത് ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പമ്പ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിപ്പോൾ ഹവൽസ് ആയാലും കിർലോസ്കർക്ക് ആയി കഴിഞ്ഞാൽ 1.5 HP ഒരു വെള്ളത്തിലിടുന്ന ഒരു പമ്പ് വാങ്ങുകയാണെങ്കിൽ അതിൽ 9,000-10,000 രൂപയ്ക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ വീട്ടിലുണ്ടായതുകൊണ്ട് അത് ഞാൻ ഒരു എക്സ്പെൻസ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല മാത്രം. അങ്ങനെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ 40-45 ആ റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ആ പമ്പും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടായതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ പാടെ ഒരു 35 രൂപയാണ് എനിക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം സെറ്റപ്പാണിത്. അതായത് ഇത് നശിച്ചു പോകണില്ല. നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം പിന്നെ വീണ്ടും ചെറുപ്പക്കാരാവണം. അപ്പോൾ പിന്നെ മുകളിലെത്തുമ്പോൾ വീണ്ടും ഷോർട്ട് ചെയ്യുക. അത് എത്ര കാലമാണെങ്കിലും നമുക്ക്, അതായത് ഇതിന് കേടുപാടുകളൊന്നും ഇല്ലാണ്ടെങ്കിൽ, അതായത് ഇതിന് ഒരു 2 എന്താ പറയുക അസുഖങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര ആയെന്ന് പറഞ്ഞ്? 1 വർഷം. ഈ 1 വർഷം കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇറക്കിയ പൈസ മുതലായോ അതോ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതായത് നമുക്ക് ലാഭം എന്ന് പറയാനുള്ളത് ആയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് ഇതിന്റെ ലാഭം എടുക്കാനുള്ള സമയമായി വരും. എന്നിരുന്നാൽ തന്നെ ഈ പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഇറക്കിയ പൈസ എന്തായാലും കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ നോക്കണം, നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഇതിന് കേടൊന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ നോക്കണം അല്ലേ? അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു അസുഖം എന്ന് പറയാൻ ഇതിന് കാര്യമായിട്ടൊരു ഫംഗസ് രോഗമാണ് വരുന്നത്. ഫംഗസ് രോഗം ഈ കൂടുതലും മഴ ഇങ്ങനെ എന്താ പറയുക ഒരേ സമയം 2 ആഴ്ചയൊക്കെ ഒരേ രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വള്ളിക്കൊരു ഫംഗസ് വരും. ആ ഫംഗസ് വന്നു കഴിഞ്ഞാലും പോവും. അതൊക്കെ റയറാണ്, കൂടുതലായിട്ട് അസുഖങ്ങളൊന്നുമില്ല. പിന്നത്തെ ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കണ്ണി എന്നാണ് പറയുക. ഈ വെങ്കണ്ണി പറഞ്ഞ രോഗമാണ് ഈ ഒരു സംഭവം. ഇതിങ്ങനെ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ കുമ്മായം കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോകുന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ അത് ആയിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ ഷോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതങ്ങോട്ട് മുറിച്ച് പോകുമ്പോൾ പിന്നെ അത് വലിയ പ്രശ്നമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഈ ഫംഗസ് രോഗമാണ് ഇപ്പോൾ എനിക്കൊരു ഭീഷണിയായിട്ട് കാണുന്നത്. എന്താ വെച്ചാൽ 1-2 വള്ളിക്ക് ഫംഗസ് രോഗം വന്നിട്ട് വള്ളി പോയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫംഗസ് രോഗം ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്ന സംഭവം. അപ്പോൾ ഈ മഴക്കാലത്ത് വരുന്നൊരു സംഭവമാണത്. അപ്പോൾ ഉണ്ടാവും ഈ വള്ളി പൂർണ്ണമായിട്ടും പോയി ഉണ്ടോ, ഇതിലൊരു ഫംഗസ് വന്നിട്ട് ഇതിവിടെ അങ്ങനെ നശിച്ചുണ്ടോ. അപ്പോൾ ഈ വള്ളിക്ക് പ്രശ്നമില്ല. അപ്പോൾ നമുക്കിത് വിഷയമല്ലാത്തത് ഇപ്പോൾ നമ്മൾ ഇറക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ 2 വള്ളി 3 വള്ളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഫംഗസ് വന്നത് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒരു വള്ളി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വെക്കും. അപ്പോൾ നമുക്കത് ബാധിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വന്നത് എന്താ പറയുക കൂടുതലെല്ലാതും മൊത്തത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ സംഭവം മൊത്തത്തിൽ പോകും. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല.
ഇത് നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല, ഇതിനുള്ള അത്രയും കഷ്ടപ്പാടുണ്ട്. അവന് എന്താ വെച്ചാൽ ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഇവിടെ വന്നിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു, അത് കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് ഇതിൻ്റെ ചോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് എന്തായാലും ഇങ്ങനത്തെ പരിപാടി കഴിയില്ല കേട്ടോ. എന്തായാലും അതിന് ഇതാ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. അതല്ല, ഇതിന് ശരിക്കും ഇൻട്രസ്റ്റ് വേണം. ഇൻട്രസ്റ്റ് ഇല്ല വെറുതെ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഞാനും കൃഷി തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണണല്ലേ എവിടെയെങ്കിലും ഒന്ന് പോകാൻ വിളിച്ചില്ല, അവിടെ നനക്കാണ്ട് അല്ലെങ്കിൽ. പക്ഷെ ഓനതൊരു പാഷനായിട്ട് ആ രീതിയിൽ ഇങ്ങനെ ചെയ്യണം, ഒരു ചടങ്ങായിട്ട് അങ്ങനെ അല്ലാതെ ഒരു പാഷനായിട്ട് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേൺ ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവും ശരിക്കും. നമ്മുടെ നിസാം നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ പ്രവാസി ആണ് നിസാം, ഇപ്പോൾ ലീവിന് വന്നാണ്. അവനക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്ത സമയത്തും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറയും എന്തായി എങ്ങനെയായി എന്തായി എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഞാനുണ്ടെങ്കിൽ നമുക്ക് ഉഷാറാക്കായിരുന്നു അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയായിരുന്നു. നിസാം പറഞ്ഞു എങ്ങനെ ഞങ്ങൾ തണ്ണിമത്തൻ കൃഷി വെക്കേഷനിൽ 3-4 മാസം ഞാൻ നാട്ടിലുണ്ട്. ഞാൻ ഇവരെ കൂടെ കൂടി ഉഷാറായിട്ട് ചെയ്യുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിരുന്നില്ല അവിടുന്ന്? കാണുമ്പോൾ എന്ത് എങ്ങനെയായിരുന്നു ഫീല്? കണ്ടിരുന്ന് ഫീഡ്ബാക്ക് അറിയിക്കാറുണ്ടായിരുന്നു. നല്ല രസമല്ലേ അങ്ങനെ കാണുമ്പോൾ നല്ല വൈബായിരുന്നു. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും. ഒരു 2-3 മാസം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഇതിലും വരുമ്പോൾ ഞങ്ങൾ വീണ്ടും ഇതിലും കൂട്ടിയിട്ട് ചെയ്യാനുള്ള നോക്കാം പ്രതീക്ഷിക്കുന്നത്. പാർട്ണറായിട്ട് ഞാനും കൂടെ അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൈലിൻ്റെ വെറ്റില കൃഷി, ഹൈടെക് രീതിയിലുള്ള വെറ്റില കൃഷി കണ്ടില്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ഇത് സോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം കൃഷി പൂർണ്ണമായിട്ട് ഇങ്ങനെ രീതിയിൽ കാണിച്ചിട്ട്. സോയിൽ കോണിക്ക് വെച്ച് മേലെ കയറിയിട്ട് പണിയിലാണ്. സോയിൽ അതിൻ്റെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നീന്ന്. ഈ വെറ്റില ഈ ഒരു ഫ്രെയിമുമാണ് ഇങ്ങനെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. ഈ ഫ്രെയിം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്. ഈ നമ്മുടെ ചൂടിക്കയറ് പോലത്തെ കൊലക്കയറ് എന്ന് പറയും, നമ്മൾ ചകിരിക്കയറ്. അപ്പോൾ അതിന്മേലാണ് ഇങ്ങനെ ഇത് പടർത്തിയിട്ട് മേലെ എത്തിയിരുന്നത്. ഇപ്പോൾ ഏകദേശം ഏറ്റവും മേലെ എത്തിയിട്ടുണ്ട്. മേലെ എത്തിയിട്ട് അത് അങ്ങനെ തന്നെ നിർത്തിയാലും കണ്ടില്ല, ആ മേലെ ഇങ്ങനെ പൊങ്ങിക്കണം. അത് ഇങ്ങനെ പൊങ്ങിയിട്ട് ഇനി നേരെ താഴും ഉണ്ട്. അപ്പോൾ പിന്നെ ആ വള്ളി കേടുവരും, പിന്നെ നമുക്ക് ഗ്രോത്തും കാര്യം കിട്ടില്ല. അപ്പോൾ സോയിൽ പറയുന്നത് അത് അത്രത്തോളം ആയാൽ അതിനെ കുറച്ച് പ്രോസസ്സിങ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വള്ളി ഇതും അതേപോലെ നിറച്ച് ബ്രാഞ്ചുകളുണ്ടാവും. ഈ ബ്രാഞ്ചുകളൊക്കെ ഏകദേശം ഒരു 1.5 മീറ്ററിലെ സോയില 1-2 മീറ്ററിൽ മൊത്തം ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കാലി വള്ളിയാക്കും. എന്നിട്ട് ആ വള്ളീനെ മേലെ നിന്ന് കയറുമ്പോൾ ഇങ്ങനെ അയച്ചിട്ട് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. പ്രോസസ്സിങ് ആണ് ഇപ്പോൾ സോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇറക്കിയിട്ട് ആ കണ്ണി കട്ട് ചെയ്ത ആ വള്ളീൻ്റെ ഭാഗം ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ചുറ്റി വെക്കും. എന്നിട്ട് ഏകദേശം ആ ബാക്കി ഇര വരുന്ന ഭാഗം ഇങ്ങനെ ഏകദേശം ഒരു 1-2 മീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ താഴ്ത്തി വെക്കും. ഇനി ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ വളരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരാഴ്ച ഇങ്ങനെ ഇതേപോലെ മടക്കി വെച്ചിട്ട് അതിന് ശേഷമാണ് അവിടെ മണ്ണിടുന്നത്. അപ്പോൾ മണ്ണിട്ടത് അപ്പുറത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് സോയിൽ കഴിഞ്ഞ ആഴ്ച ചെയ്താണ്. സോയിൽ ഓരോ ആഴ്ച ഇങ്ങനെ കുറച്ച് ചെയ്യും. ഞായറാഴ്ചയാണ് ലീവ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വലിയ പണികളൊക്കെ ഞായറാഴ്ചകളാണ് ചെയ്യുക. ബാക്കിയുള്ള ദിവസമൊക്കെ രാവിലെ വന്നിട്ട് ചെറിയ പണികളൊക്കെയാണ് ചെയ്യും. അപ്പോൾ ഇതങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇറക്കി ഇത് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി ഏകദേശം ഈ ഹൈറ്റ് വരെ ആക്കിയിട്ട് ബാക്കി ഇത് മണ്ണിട്ടിട്ട് ഇങ്ങനെ മൂടിയിട്ട് ഇങ്ങനെ പട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെറ്റാക്കിയതാണ്. അതിന് ശേഷം രണ്ടാമത്തെ ലൈനാണ് ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് ഈ ലൈന് തീർക്കുമല്ലോ സോയില? അപ്പോൾ ഇന്ന് ഈ ലൈന് തീർക്കും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, പിന്നെ അങ്ങോട്ട് സ്പീഡായി ചെയ്യുന്നുണ്ട്. അപ്പോൾ സോയിലും ഫഹദും കൂടിയാണ് ഫഹദ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രോസസ്സിങ് അല്ല, അത് കൊടി ഇറക്കുന്നത്. ഈ കയറ് ദ്രവിച്ചുകൊണ്ട്, ഈ ചകിരി കയറ് ദ്രവിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് കയറിലേക്ക് മാറ്റുകയാണ് അല്ലേ. അതാകുമ്പോൾ കുറച്ചും കൂടി ലാസ്റ്റിങ് കിട്ടും. അപ്പോൾ അത് ഏകദേശം ആ താഴെ കണ്ണി കട്ട് ചെയ്ത ഭാഗം അങ്ങനെ താഴേക്ക് ചുറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചുറ്റി വെച്ചിട്ട് ആ കയറുമ്മ കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ. റൗണ്ട് ചെയ്തെടുക്കുക. സപ്പോർട്ടിന് ഭാഗത്തുണ്ട്. സപ്പോർട്ടിന് ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയൂല. സാധാരണ ഒറ്റക്കാണ് സോയിൽ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ പാടെ ഇങ്ങനെ വന്ന് വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെന്നും ഉണ്ടാവില്ലല്ലോ. അതെ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് അതിമിങ്ങനെ കയററ്റ് കെട്ടൂല. അതായത് പാളറ്റ് കയറുണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ ജസ്റ്റ് ഒരു തടഞ്ഞിടാൻ വേണ്ടിയിട്ട് കെട്ടൂല. മുകളിൽ ഇങ്ങനെ കെട്ടും. ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാം. പാള അല്ലെങ്കിൽ വായനാര് അതൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുക. ഇതേപോലെ പിടിച്ചെടുക്കാൻ സാമോട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ പിടിച്ചെടുത്ത് കെട്ടാൻ ആളുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. ഒറ്റയ്ക്കാകുമ്പോൾ വെച്ചാൽ കയറെടുത്ത് പിന്നെ അവിടെ വെച്ച് കൊണ്ട് കെട്ടി വരുമ്പോഴത്തിന് ഒന്നിന് തന്നെ അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യണം. ഓക്കെ ആ കണ്ണികൾ അങ്ങനെ താഴത്തേക്ക് ചുരുട്ടി വെച്ചാൽ വീണ്ടും ആ ചുരുട്ടി വെച്ച് കൊടുത്ത് കണ്ണികളുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ. വള്ളി കട്ട് ചെയ്യാത്ത രീതിയിൽ വേണം കണ്ണികൾ കട്ട് ചെയ്യാൻ. മെയിൻ വള്ളിമ്മ
തട്ടി കഴിഞ്ഞാൽ പിന്നെ അത് കേടുവരും. ഇത്രയും വലിയ ആ ഒരു വള്ളി നഷ്ടപ്പെടില്ല. ഇതൊക്കെ പാകമായ നുള്ളാൻ പാകം. ഇതിപ്പോൾ ഇതിനാണ് കണ്ണി എന്ന് പറയുക. ബ്രാഞ്ചസ് ഇല്ലേ, ഇങ്ങനെ ബ്രാഞ്ചസ് വരുന്ന ഈ ഇലൊന്നും നുള്ളാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് വിൽപ്പനക്കോ അല്ലെങ്കിൽ തിന്നാൻ അങ്ങനത്തേനൊന്നും പറ്റില്ല. ഈ ബ്രാഞ്ചസ് വരുന്നതുണ്ടല്ലോ, ഇതാണ് കണ്ണി. ഇപ്പോൾ ഇതിമെന്നാണ് ഇല നുള്ളുന്നത്. അങ്ങനെ ഇല നുള്ളിയിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ കാലിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നുള്ളിയിട്ടുണ്ട്. പിന്നെ ഇതിന്മ ഒരു ടൈപ്പ് അതിൻ്റെ ഒരു ഇതുണ്ട്, പൂവോ കായ എന്തുകൊണ്ട് കേട്ടോ. ഇത് നമ്മളെ തിപ്പല്ലി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം കട്ടാണ്. പക്ഷേ തിപ്പല്ലി അല്ല, ഇത് കണ്ടാൽ തിപ്പല്ലി തന്നെ ആയിരിക്കും. തിപ്പല്ലി എന്ന് പറഞ്ഞാലും വെറ്റിലെ പോലെ ഒരു വള്ളിയായിട്ട് ആദ്യം അങ്ങനെ ഉണ്ടാവുന്നതാണ്. അത് നല്ല മരുന്നാണ്. അപ്പോൾ ഇത് അതേപോലത്തെ സാധനം. പക്ഷേ ഇതൊന്നിനും പറ്റില്ല, ഇതിങ്ങനെ ഇതായിട്ട് വരും. പിന്നെ വെറ്റില എന്ന് പറഞ്ഞപ്പോൾ സുഹൈൽ പറഞ്ഞത് ഇത് വെറും നമ്മൾ മുറുക്കാൻ അങ്ങനെ അല്ലെങ്കിൽ പാൻ ഐറ്റംസ് അതിന് വേണ്ടി മാത്രമല്ല, ഇതിൻ്റെ നീര് ഉപയോഗിച്ചിട്ടാണ് ഈ മുറിവെണ്ണ എന്ന് പറഞ്ഞ സാധനം. ഇതിന്ന് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഈ മുറിവെണ്ണ. അപ്പോൾ അത് മെഡിസിനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് വെറ്റില. അപ്പോൾ അത് നമ്മൾ വെറും ഒരു മുറുക്കാൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു നമ്മൾ പാൻ അല്ലെങ്കിൽ പൂജ അങ്ങനത്തെ അല്ല, ഒരു മെഡിസിന് വേണ്ടിയിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പുതിയ ഇല തളിർത്ത് വരേട്ടത്. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ട് ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഇവിടെ താഴെയുണ്ട്. ഇതിനിങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു മൊട്ട് പോലെ ഇതുണ്ടാവും. ഇതുണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇല വരിക. അപ്പോൾ അങ്ങനെ ആയ ഇല വന്നതാണിത്. അപ്പോൾ ഈ സാധനം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ PP ആയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഈ PP എങ്ങനെ വിളിക്കാമെന്ന് കാണിച്ചു കൊടുത്താൽ PP ഹായ് സൗണ്ട് കണ്ടില്ല. ഇത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ മത്സരിച്ച് വിളിച്ചായിരുന്നില്ല. ഈ കുരുമുളകിനും ഇങ്ങനത്തെ ഇതേപോലത്തെ സാധനമുണ്ട്. സംഭവം ഇത് പുതിയ ഇല തളിർത്തിട്ട് അതിൻ്റെ ആ ഒരു ഔട്ടർ കോട്ടിങ് കൊണ്ട് വേറെ ആവുന്നതാണ്. അപ്പോൾ അതാണ് എടുക്കുക അല്ലേ. നിസാം PP എന്ന് വിളിച്ചോടുത്ത നിസാമിൻ്റെ ആവണില്ല. ഇത് ഇല അതാണ്. ഇത് പൊട്ടിക്കാം, ഇത് പൊട്ടിച്ച് നോക്കാം. കറക്റ്റ് പൊട്ടിച്ച് വിളിക്കുക. ഇതൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ പൊട്ടിക്കാൻ. ഇല്ല ചിലത് ആവുന്നില്ല. അത് ഉള്ളിൽ ഹോളോ അല്ലെങ്കിൽ വളവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് അതിങ്ങനെ കാണാണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോകാൻ. പിന്നെ ഈ ഒരു ഏരിയയിൽ നല്ല തണുപ്പാണ്. അപ്പോൾ ചൂടുകാലത്തൊക്കെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. ഇല്ല ഇതൊക്കെ ഇങ്ങനെ നുള്ളിയ വെറ്റിലാണ് കണ്ടില്ലേ. ഈ ഇത് ഇവിടുന്ന് ഇങ്ങനെ കണ്ണീന്നൊക്കെ നുള്ളിയതാണ്. നുള്ളുന്നത് സുഹൈൽ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വേറെ ആൾ വന്നിട്ടാണ് നുള്ളുന്നത്. വലിയ ഉറപ്പൂരുള്ള ബാബു എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ട്. അപ്പോൾ ബാബു ആണ് ഇതൊക്കെ നുള്ളിയിട്ട് സെറ്റാക്കിയിട്ട് വിൽപ്പന നടത്തുന്നത്. എന്നിട്ട് വിറ്റിട്ട് അതിൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ സുഹൈലിനെ ഏൽപ്പിക്കും. ഈ ബാബു എന്ന് പറഞ്ഞ ആൾ നമ്മുടെ സുഹൈലിൻ്റെ വലിയപ്പൊക്കെയുള്ള കാലത്ത് നുള്ളിയുന്ന ആളാണ്. ബാവാക്ക എന്ന് പറയും, വലിയ ഉറപ്പൂരുള്ള ബാവാക്കാൻ്റെ മകനാണ്. അപ്പോൾ അവരും പാരമ്പര്യമായിട്ട് ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അവർക്കും അതിനെപ്പറ്റി നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബാബും ഒരുപാട് ടിപ്പും കാര്യങ്ങളൊക്കെ സുഹൈലിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഒരു തോട്ടം വരുന്നത് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്തിൽ സൗത്ത് പല്ലാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു ഗ്രാമം. അതിൽ നമ്മുടെ GMLP സ്കൂളിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയാണിത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കൃഷിയുടെ അല്ലെങ്കിൽ ഈ ഒരു തോട്ടം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾവേസ് വെൽക്കം. നിങ്ങൾക്ക് വന്ന് കാണാം, ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് പഠിക്കാം. നമുക്കറിയുന്ന കാര്യങ്ങൾ സുഹൈൽ ബ്രോ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും നമ്മുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കാര്യം തുടങ്ങാൻ ഇതിനൊക്കെയുള്ള. ഇപ്പോൾ നമ്മൾ കണ്ടത് ഹൈടെക് കൃഷി രീതിയാണ്, ഹൈടെക് വെറ്റില കൃഷിയാണ്. പണ്ടൊക്കെ ചെയ്തിരുന്ന സുഹൈൽ വല്യപ്പൊക്കെ ചെയ്തിരുന്ന നമ്മുടെ കവുങ്ങ് കൃഷിയുണ്ട് ഓൾറെഡി ഇവിടെ. ആ കവുങ്ങുമ്മ ഇട്ടിട്ടാണ് ചെയ്തത്, കണ്ടില്ല. അതേപോലെ തന്നെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ മേലേക്ക് എത്തും. ഒരുപാട് മേലേക്ക് വരുമ്പോൾ വീണ്ടും അത് കണ്ണിയൊക്കെ കട്ട് ചെയ്തിട്ട് താഴ്ത്തി മണ്ണ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഈ കവുങ്ങുമല്ലാതെ വേറെ രീതിയും കൂടി ഉണ്ട്. വേറെ കോടി സെറ്റാക്കുന്ന രീതിയുണ്ട്, അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ഒരു ടൈപ്പ് കോടിയാണിത്. ഇതിപ്പോൾ നമ്മൾ ഹൈടെക് കൃഷി രീതി ചെയ്തത് ഇങ്ങനത്തെ ഒരു കൃഷിയിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് സുഹൈൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് സുഹൈൽ ഫസ്റ്റ് ചെയ്തത്. ഇതിന് ചാരുകൊടി എന്നാണ് പറയുക. നമ്മൾ കവുങ്ങിൻ്റെ ഇത് വാറോയിൽ എന്ന് പറയും. വാറോയിൽ ഉണ്ടാക്കിയിട്ട് കവുങ്ങ് ഇങ്ങനെ കീറിയിട്ട് വാറോയിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ സ്ലോപ്പാക്കി വെച്ചിട്ട് ഒരു വീടിൻ്റെയൊക്കെ ആ ഒരു സ്ലോപ്പില്ല ആ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന് കൂടി പടർത്തിയിട്ട് ഇത് ഏകദേശം 2 കൊല്ലത്തിന് മേലായി. ഏകദേശം കഴിഞ്ഞിട്ട് ഇതിന്ന് ഒഴിവാക്കാനായിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നുണ്ടില്ല. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് കൃഷി, ചാരുകൊടി എന്ന് അതിന് പറയാം. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രേ ഉള്ളൂ. വെറ്റില കൃഷി അതുപോലെ ഇത് ഹൈടെക് രീതിയിൽ എങ്ങനെ ചെയ്തത്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സുഹൈൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പുതിയ തലമുറക്കൊക്കെ ഒരു മോട്ടിവേറ്റ് ആയിട്ട് ആർക്കെങ്കിലും അങ്ങനെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തുടങ്ങാവുന്നതാണ്. എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സുഹൈലിനെ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് സുഹൈലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഇതിന് സുഹൈൽ കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം. നമ്മൾ ഇംഗ്ലീഷ് വളം കൊടുക്കാറില്ല. ഇംഗ്ലീഷ് വളം ഇതിന് നല്ലതല്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ ഓവറായിട്ട് അതിൻ്റെ തണ്ടിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് പോകുമെന്ന് പറയുന്നത്. അപ്പോൾ ജൈവവളം മാത്രമാണ് കൊടുക്കാറ്. അപ്പോൾ നല്ല രീതിയിൽ പരിപാലിച്ചിട്ടാണ് സുഹൈലിന് ഇതിനെ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.